ഹായ്. അപ്പോൾ 1.5 മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ആസ് യൂഷ്വൽ അൺബോക്സിങ് തന്നെയാണ്. അപ്പം നോയ്സിൻ്റെ എയർവേവ് മാക്സ് 4 ഇപ്പോൾ 6 ഒക്കെ ഇറങ്ങിയെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. 4 നമ്മൾ വാങ്ങിച്ചത്. 4ൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ കാണിച്ചു തരാം. സിമ്പിളാണ്, ക്വിക്ക് വീഡിയോ ആണ്. വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അൺബോക്സ് ചെയ്ത് ഓൾറെഡി ഞാൻ പൊട്ടിച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും അതേപോലെ കയറ്റി വെച്ചാൽ സെറ്റ് വരും. പെട്ടിക്കകത്ത് ഹെഡ്സെറ്റ് വരും, പിന്നെ ഇങ്ങനെ ഒരു ബാഗ് വരും. അപ്പം ഫസ്റ്റ് നമ്മുടെ ഹെഡ്സെറ്റാണ്. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ക്വാളിറ്റി ഞാൻ എന്തായാലും എൻ്റെ ഒരു ലോങ് ടൈം റിവ്യൂ ചെയ്യാം. ഒരു 1 വീക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു റിവ്യൂ ചെയ്യാം, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ളത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് നമുക്ക് പറഞ്ഞു പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഹെഡ്സെറ്റ് വരുന്നുണ്ട്. പിന്നെ കറണ്ട് പോയി, കോപ്പ് ചൂടായിരിക്കും ഇനി. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് കവറിലൊക്കെ മറ്റേ സെല്ലോ ടേപ്പ് കൊടുത്ത സാധനങ്ങൾ അതിലൊക്കെ കെട്ടി ഇങ്ങനെ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് സ്റ്റീൽ ബിൽഡാണ്, കുഴപ്പമില്ല, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇപ്പം തലയുടെ സൈസ് അനുസരിച്ചൊക്കെ നമുക്ക് വെക്കാം. ആഹാ, ഇത് വെച്ചിട്ട് ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ല, പുറത്തുനിന്നുള്ള എൻ്റെ ആൾക്കുളത്ത് സൗണ്ട് പോലും കേൾക്കുന്നില്ല. മാറ്റാം, വെക്കാം. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ വിയർത്തിരിക്കുന്ന ഇപ്പോൾ ഓൾറെഡി കറണ്ട് കൂടി പോയി, വിയർപ്പ് കൂടും. അപ്പോൾ ഇതങ്ങനെ ഈ സാധനം എടുത്ത് കളയാം. പിന്നെ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. കുറേ നോയ്സിൻ്റെ സ്റ്റിക്കറൊക്കെ വന്നിട്ടുണ്ട്. നോയ്സ് മേക്കർ, നോയ്സ് ഒക്കെ പറയും. എനിക്ക് വലിയ താല്പര്യമില്ല, കളയാം. പിന്നെ ഇത് നമ്മളെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, കുഴപ്പമില്ലേ, ഇപ്പോൾ അങ്ങോട്ട്. പിന്നെ ചാർജർ വരുന്നുണ്ട്. ആസ് യൂഷ്വൽ എല്ലാ ഹെഡ്സെറ്റിൻ്റെയും കൂടെ എൻ്റെ പോലെ തന്നെ ലോ ക്വാളിറ്റി സാധനം. നമ്മൾക്ക് മാത്രം എങ്ങനെയാടാ ഈ ഹെഡ്സെറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കിനും ഇത്രയും ലോ ക്വാളിറ്റി സാധനം ഉണ്ടാക്കാൻ പറ്റുന്നത്? തീരെ ക്വാളിറ്റി ഇല്ല കേട്ടാ. അത് മറ്റേ ചവർ ഇതായിരിക്കും എന്നെ കൊണ്ട് കളയാം, പോട്ടുമില്ലേ. പിന്നെ നമുക്ക് ഏറ്റവും വേണ്ട ഒരു അത്യാവശ്യ കാര്യം 3.5mm ജാക്ക്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂടൂത്ത് ഇല്ലാത്ത ഡിവൈസിലും 3.5mm ജാക്ക് ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. ഈ വയറ് പിന്നെയും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അത്യാവശ്യം പിന്നെയും കുറച്ചുകൂടി തമ്മിൽ ഭേദം എന്നൊക്കെ പറയാം. വലിയ കുഴപ്പമില്ല, മോശമില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒന്നുമില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഹെഡ്സെറ്റ് നമുക്ക് മടക്കി ഒടിച്ച് ഇതിനകത്ത് കയറ്റി വെക്കാം, അത്രേ ഉള്ളൂ. പിന്നെ എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഈ കവറിനകത്ത് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകേ, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകുക. ട്രാവലിങ്ങിന് വേറൊരു കേസ് എക്സ്ട്രാ നിങ്ങൾ വാങ്ങിക്കേണ്ട. ഈ കവർ കുഴപ്പമില്ല, അത്യാവശ്യം ചെറിയൊരു കട്ടിയൊക്കെ ഉണ്ട്. ഭയങ്കര അടിപൊളിയെന്നൊന്നും പറയാൻ പറ്റില്ല, മോശമില്ല. ഇന്നത്തെ എങ്ങനെയാണ് ഇത് കയറ്റുന്നതെന്നും കൂടി നോക്കി നോക്കാം. ഇത് കൊള്ളാം, ഈ ബിൽഡ് കൊള്ളാം, കണ്ടിട്ട് വലിയ മോശമില്ല. കുറേ സ്റ്റിക്കറും പ്ലാസ്റ്റിക്കും മറ്റേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഏക്കപ്പറച്ചുകളെ വലിയ സെറ്റപ്പൊന്നുമില്ല. പിന്നെ ANC ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഇതിനകത്ത്. ANC ശരിക്കുള്ള ANC ഇല്ല, മറ്റേ എന്തോ ചെറിയൊരു സെറ്റപ്പ് അവന്മാർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇച്ചിരി നോയ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ പൊളിച്ച് കളയാം നമുക്ക്. എന്നിട്ട് ജസ്റ്റ് ഈ ഹെഡ്സെറ്റ് ഇതിനകത്ത് കയറ്റി നോക്കാം. ഓക്കെ, ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്കിത് ഇട്ടുകൊണ്ട് നടക്കാം. പിന്നെ 70 hours ഒരു ബാറ്ററി ബാക്കപ്പ് പറയുന്നുണ്ട്. അത്ര കിട്ടാൻ ചാൻസ് ഇല്ല, നോക്കി നോക്കാം. പിന്നെ ബാക്കി പരിപാടികൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. എന്തായാലും ഞാനിതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഇറക്കാം. അപ്പോൾ നിങ്ങളായിട്ട് റിവ്യൂ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ്, എന്താണ്, എങ്ങനെയാണ്, വാങ്ങിക്കണോ വേണ്ടേ. 6 ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് എയർവേവ് മാക്സ്. ഇപ്പം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എനിക്കിത് ആക്ച്വലി 1699 കിട്ടി. ആ ഒരു റേറ്റിൽ എന്തായാലും ഇത് നല്ല സാധനമാണ്, കുഴപ്പമില്ല. അല്ലെങ്കിൽ അത് നോർമലി 2500 ആണ്. അപ്പം 1699 വലിയ കുഴപ്പമില്ല. ആ റേറ്റിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ, കുഴപ്പമില്ല. ആ റേറ്റിനൊക്കെ എന്തായാലും ഇത് മുതല. അത്രേ ഉള്ളൂ. കീപ്പ് ഇൻ ടച്ച്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഫുൾ റിവ്യൂ ആയിട്ട് കാണാം. പിന്നെ പനിയാണ്, അതുകൊണ്ടിട്ട് എനിക്ക് സംസാരിക്കുമ്പോൾ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഫുൾ റിവ്യൂ ആയിട്ട് നമുക്ക് കാണാം. പിന്നെയുള്ള പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഞാനൊരു ടെമ്പററി പർപ്പസാണ് വാങ്ങിയേക്കണത്. നമുക്ക് ചിലപ്പോൾ ഒരു 3 month ഒക്കെ കഴിയുമ്പോഴത്തേക്കിനും ഞാനിതൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് സോണിയിലേക്കൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇത് ഗിവ് അവേ ഒക്കെ ചെയ്യും. അപ്പോൾ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നും പറയില്ല, വേണമെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് അന്നേരം ഇതിൻ്റെ അപ്ഡേറ്റ് കാണാം അതിനകത്ത്, നമ്മളിപ്പോൾ ഇത് ഗിവ് അവേ ചെയ്യാനാണെങ്കിൽ. അപ്പോൾ അത്രേ ഉള്ളൂ. കീപ്പ് ഇൻ ടച്ച്. ഓക്കെ, ബൈ.